ഇസ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കോളിഫ്ലവർ വെച്ചിട്ടൊരു വിഭവമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് കുറച്ച് ചൂടുവെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് ആ വെള്ളത്തിലിട്ട് വെക്കുക. എന്നിട്ട് അത് വെള്ളം ഒരു കൊട്ടയിലിട്ടിട്ട് വെള്ളം ഊറ്റിയെടുക്കുക. നമുക്ക് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതും ചൂടായി വന്നപ്പോൾ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതും ചൂടായി വന്നപ്പോൾ അതിലോട്ട് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് അതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണയിലിട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ച് എടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് ആക്കിയെടുക്കാൻ. അപ്പോൾ ഇത് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിരുന്ന നമ്മൾ കോളിഫ്ലവർ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിലോട്ട് ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും പിന്നെ അതിലോട്ട് വേവാനനുസരിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരു 15 മിനിറ്റ് ആയപ്പോൾ ഇതൊന്ന് വെന്തിക്കണമെന്നൊന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഇത് ഏകദേശമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലോട്ടൊരു കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കോഴിമുട്ട ഇതിലോട്ട് പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലിട്ടിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ കോളിഫ്ലവർക്കൊക്കെ എല്ലാം പിടിക്കണ വിധത്തിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നന്നായി ചിക്കിയെടുക്കുക. അപ്പോൾ മുട്ട ഒഴിച്ചതിന് ശേഷം കുറേ സമയം ഇതൊന്ന് വേവിച്ചെടുക്കൊന്നും വേണ്ട. ഏകദേശം ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. അങ്ങനെ നമ്മളെ കോളിഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ പാത്രത്തിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.